दोस्तों दिशली तो विदशाली तो कादिस्तो अलमरुकुदुशनो नशरी अलमायोनी हेनदबा तेरे मलसो होतेला नेदमलो हासिरोला नेदबा बशबीला कुशतो നല്ലവരാ ശ്രീഹരടിസ്ഥാനേ ഞങ്ങളെ സ്ഥിരമാക്കിയിടണമേ നല്ലൊര പുൽമാലിലേക്കും ശാന്തജലാശയമതിലേക്കും അല്ലലകറ്റി ഇല്ലൊരു കുറവികെ ഞങ്ങൾക്ക് വല്ലഭനെ നടത്തി Shalom, royo shariro, mamata purono hakimo. Sheetasto dishli to विदशाली तो कादिस्तो अलमरुकुदुशनो नशरी अलमायोनी हेनदबा
തിരുവനി പാട്ട് പാടട്ടെ. പാടുന്നത് ക്രിസ്തീയ കീർത്തനങ്ങളിൽ 430 കീർത്തനം അളവില്ലാ ദാനങ്ങൾ നൽകുന്നവനെ എന്ന കീർത്തനം പ്രാരംഭഗാനമായി നമുക്ക് ആലപിക്കാം. ശ്രീ സിനു സാമും കുടുംബവും ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഗാനം. സ്നേഹം
സന്ധ്യാനമസ്കാരം ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. അവന്റെ തിരുനാമത്തിൽ വന്നവന് പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണവിഷാദം നിങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. രക്ഷിതാവേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വം ദൈവമായ കർത്താവേ, കാലത്തിന്റെ സൂര്യൻ അസ്തമിക്കുകയും പകൽ കടന്നു പോവുകയും അന്ധകാരം ഭൂമിയെ മൂടുകയും ചെയ്യുന്ന ഈ സമയത്ത് ഞങ്ങൾ തിരുസന്നിധിയിൽ വന്നിക്കുകയും നിനക്ക് സ്തോത്രം ചെയ്യുകയും നിന്റെ കാരുണ്യത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന തിരുമുൻപാകെ സൗരഭ്യവാസനയായും ഞങ്ങളുടെ കൈകളെ മലർത്തുന്ന സന്ധ്യാസമയത്തെ യാഗമായി സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഭയഭക്തിയോടെ നിന്നെ ആരാധിപ്പാനും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പ്രാർത്ഥനകൾക്ക് നിങ്ങളോട് കരുണ ചെയ്യണം എന്ന് പ്രതിവാക്യമായി പറയാം. നിങ്ങളോട് കരുണ ചെയ്യണം. ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപത്തിന്റെയും സാത്താന്റെയും അടിമയിൽ നിന്ന് വിടുവിപ്പാൻ നിന്റെ സ്നേഹം നിമിത്തം ഇറങ്ങി വന്നവരെ രക്ഷിക്കാതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങളെയും മാലിന്യങ്ങളെയും കരുകി തുടച്ച് വെടിപ്പാക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. അപേക്ഷ. ജനി മരണത്തിന്റെ ശക്തി ഇല്ലാതാക്കിയവനും സംക്ഷേപിക്കാവതല്ലാത്ത തന്റെ രക്ഷകര വ്യാപാരത്തിന്റെ മരണത്താൽ ജ്ഞാനികളുടെ ജ്ഞാനത്തെയും വിദ്വാൻമാരുടെ വിദ്യാജ്ഞാനത്തെയും ജയിച്ചവനും രക്ഷകരനായ തന്റെ സ്ലീബായുടെ ശക്തിയാൽ പാതാളത്തിന്റെ വാതിലുകളെ തകർത്ത് ആദാമിനെയും അവന്റെ സന്താനങ്ങളെ രക്ഷിച്ചവനും കരുണായ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
കൃപയുള്ള കർത്താവെ, ദുഷ്ടന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണ്ടതിന് നിന്റെ ജയമുള്ള സ്ലീബായാകുന്ന ആയുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. ഞങ്ങളുടെ ആവിഷ്കാരം മുഴുവൻ നീതിയിലും സത്യത്തിൽ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ പരിശുദ്ധമായ കൃപ ഞങ്ങൾക്ക് നൽകിയണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ വർഗത്തിന്റെ ബലഹീനത നീ അറിഞ്ഞിരിക്കുന്നുണ്ട്. കൃപയിൽ തന്നെ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സകല അന്യായത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ നിന്നെ കുറിച്ചുള്ള ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കർത്താവെ, നിന്റെ രാജ്യത്വത്തിൽ നീ വരുമ്പോൾ ഞങ്ങളെ കൊല്ലണമേ. വലതു വാഴ ചെയ്ത പ്രകാരം ഞങ്ങളോട് തന്നെ ചെയ്യണമേ. പാപബോധത്തിൽ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. പരീക്ഷകളിൽ നിന്നും അവന്റെ മൂലയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. പാവങ്ങളോട് തന്നെ ചെയ്ത് അവർ അപേക്ഷ കൈക്കൊണ്ട് പ്രേരിപ്പിക്കുന്നവരും നിന്റെ പരിശുദ്ധരാക്കുകയും ചെയ്യണമേ. ആദ്യപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കരുണ നിറഞ്ഞവനെ, പുനരുത്ഥാനത്താൽ ഞങ്ങളുടെ വർഗത്തെ നൂതനമാക്കണമേ. അനുതാപികൾക്കാശേ വാതിൽ തുറക്കണമേ. നിൻവരവിൻ കൃപയാൽ ജീവൻ നൽകണമേ. നിൻ സുവിശേഷത്തിൽ വിശ്വാസം പൂണ്ടോർ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ മടിയിൽ ആശ്വാസം പ്രാപിച്ചിടണമേ. വന്നവനും ഇനിമേൽ വരുവതിനുള്ളവനും നൽകുന്നോനും നീ സ്തുത്യൻ നീയെന്നു ആത്മശരീരങ്ങൾ ഒരുമിച്ചട്ടകസേക്കുന്ന കർത്താവേ, യാചന കൊണ്ട് കാരുണ്യം ചെയ്യുക. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ശരീരാത്മതകൾ പകൽ സമയത്തെ പ്രേതത്തിൽ നിന്ന് വിശ്രമിച്ചും ലൗകികമായ വിചാരങ്ങൾ വിരമിച്ചും ഈ സന്ധ്യാസമയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അനവരതമായ സ്തുതികളും ഇടപെടാതെ സ്തോത്രങ്ങളും നിനക്ക് ഞങ്ങൾ അർപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവന്റെ പാലകനും രക്ഷകനുമായ കർത്താവേ, നിന്റെ കൃപയ്ക്കായി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമീൻ. കർത്താവേ, നിന്നെ ഞാൻ നോക്കി വിളിച്ചു, എന്നോട് ഉത്തരം അരുളണമേ. എന്റെ വാക്കുകളെ ശ്രദ്ധിച്ച് കൈക്കൊള്ളണമേ. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവേ, ജീവനോട് പറഞ്ഞു. കർത്താവേ, നിന്റെ വചനം എന്റെ കാൽകൾക്കും വിളിക്കും, നിന്റെ വഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ ആചരിക്കുമെന്ന് ഞാൻ അണിയിട്ട് നിശ്ചയിച്ചു. കർത്താവേ, ഞാൻ ഏറ്റുകൊള്ളപ്പെട്ടിരിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായുവനങ്ങൾ ഇഷ്ടപ്പെട്ട് നിന്റെ ന്യായങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ പാരയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിൽ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. ദൈവമേ, എന്നെ ശോധന ചെയ്തെന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. ത്തിനുള്ള മാർഗം നോക്കി ശാശ്വതമാർഗത്തിൽ എന്നെ നടത്തണമേ. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവൻ ശക്തിപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്നെ. ആമീൻ. മോറാനീശോ മസിഹായേ, നിന്നനുഗ്രഹവാതിൽ ഞങ്ങൾക്കെതിരായി ഒരു നാളും അടച്ചിടരുതേ. നാഥ, ഞങ്ങൾ പാപികളെന്നേറ്റിടുന്നു. നിന്നനുഗ്രഹമേങ്ങൾ മേൽ ചൊരിഞ്ഞിടണമേ. മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോവാൻ സ്നേഹം നിന്നെ ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ, നിൻ അനുഗ്രഹമേങ്ങൾ
ഭവിക്കണമേ എന്നും എന്നേക്കും. ആമേൻ. ദൈവമേ കർത്താവേ, അങ്ങേക്ക് സ്തുതി. ആയുസ്സുള്ള ഒരു ദിവസം കൂടി ജീവിപ്പാൻ ഞങ്ങളെ അനുവദിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തോത്രം. രാവിലെ മുതൽ ഇതുവരെയും അവിടുത്തെ കൃപയും കാവലും കരുതലും സ്നേഹവും ഞങ്ങളോട് കൂടി ഇരുന്നുകൊണ്ട് സ്തോത്രം. ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ക്ഷേമം, സമാധാനം, സന്തോഷം എല്ലാം ഞങ്ങൾക്ക് തന്ന ദൈവമേ, ആപത്ത്, അനർത്ഥം, രോഗം, ദുഃഖം, മരണം ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഞങ്ങൾ പാർക്കുന്നു. തമ്പുരാന്റെ കൃപയാൽ ഞങ്ങൾ ഓരോ ദിവസവും സൂക്ഷിക്കപ്പെടുന്നു. പറഞ്ഞു തീരാത്ത എല്ലാ നല്ല അനുഗ്രഹങ്ങളാലും അങ്ങേക്ക് സ്തോത്രം. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന ദൈവമേ, കാരുണ്യയിൽ ഞങ്ങളെ കാക്കുന്ന കർത്താവേ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു രാത്രിയിലേക്ക് ഞങ്ങളിതാ പ്രവേശിക്കുന്നു. ഒരിക്കലും മടങ്ങി വരാതെ ഉള്ളൊരു പകൽ ഞങ്ങൾ കടന്നു പോകുന്നു. രാവിൻ്റെയും പകലിൻ്റെയും ദൈവമേ, നിന്റെ കൃപയും കടാക്ഷവും ഞങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കുന്നതുകൊണ്ട് സ്തോത്രം. COVID-19 എന്നൊരു മഹാവ്യാധിയുടെ മധ്യത്തിൽ ഞങ്ങൾ പാർക്കുന്നു. 2 വർഷമായി ഇത് ഞങ്ങളെ അലട്ടുന്ന ദൈവമേ, അതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ പാർക്കുമ്പോൾ ദൈവപരിപാലനം ഞങ്ങൾക്ക് ഏറെ തരണമേ. കർത്താവിന്റെ വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. തണുത്തു പോകാതെ വിശ്വാസത്തിൽ ഞങ്ങളെ ചേർത്ത് കൊള്ളണമേ. ബഥേൽ ഇടവകയായി ഞങ്ങൾ ഒന്നിച്ച് അടുത്ത സന്നിധിയിൽ വരുന്നു. കഴക്കൂട്ടത്ത് ഒരു പള്ളി ഉണ്ടാക്കി തന്ന ദൈവമേ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി സ്തോത്രം. ഇവിടെ ആരാധിക്കുന്ന എല്ലാവർക്കും വേണ്ടി സ്തോത്രം. കൃപ കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങളൊരു കുടുംബമായി അങ്ങയുടെ സന്നിധിയിൽ വരട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി അടുത്ത് വരുന്നു. കൃപയുണ്ടായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവനാമം മഹിമപ്പെടണമേ. വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് സംഭാഷിക്കണമേ. യേശു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. ആമേൻ. അച്ഛൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഈ 2 വാക്യം വീതം കുഞ്ഞുങ്ങൾക്ക് വായിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ശുശ്രൂഷക്കാരോട് അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറയും. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രമുള്ള ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറക്കി എന്ന് പറഞ്ഞു. അവൻ മക്കളോട് നിറച്ചു. ഇപ്പോൾ പോയി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുത്തി എന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് ഇവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വാരി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുപോരി രുചി നോക്കിയാരെ മണ്ണവാളിനെ വിളിച്ചു. എല്ലാരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കമാറുണ്ട്. നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാനിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർനൂമിലേക്ക് പോയി. അവിടെ ഏറെ നാൾ പാർത്തില്ല. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചവിട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണയം തൂക്കിക്കളഞ്ഞ മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു.
യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ, തന്റെ ശരീരം എന്നെ മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞ് എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചില്ല. അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊന്നിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. 70-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. ശ്രീമതി രാജി ജിമ്മി. ദൈവമേ, എന്നെ വിടുവിപ്പാൻ യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അവമാനം ഏൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. സന്തോഷിക്കട്ടെ. രക്ഷ ഇച്ഛിക്കുന്നവർ മഹത്വമുള്ളവരെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ദൈവമേ, എന്റെ അടുക്കൽ വരേണമേ. നീ തന്നെ എന്റെ സഹായവും താമസിക്കരുതേ. അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട അരുൺ തോമസ് അച്ഛൻ, ദൈവജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴക്കൂട്ടം ബഥേൽ മാർത്തോമ ഇടവകയുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ രേഖപ്പെടുത്തേണ്ട ഒരു സുദിനമാണ്. ചരിത്രത്തിൽ ഇടംപ്രദമായി നമ്മുടെ പിതാവ് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മെ സന്ദർശിക്കുന്നു എന്നതിൽ ഉപരിയായി അഭിവന്യ ജോസ് മാർ ബർന്നബാസ് തിരുമേനിയുടെ പട്ടത്ത ശുശ്രൂഷയിൽ 45 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സുദിനം. ഈ സുദിനം തിരുമേനി നമ്മോടുകൂടി ആയിരിക്കുന്നത് നമ്മുടെ ഇടവയ്ക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു അനുഭവമാണ്. ഈ അസുലഭ നിമിഷത്തിൽ അഭിവന്യ തിരുമേനിയോടുള്ള ആദരവും സ്നേഹവും ഇടവകയുടെ പേരിൽ അർപ്പിക്കുന്നു. ആദരവോടുകൂടി തിരുമേനിയെ കുറിച്ച് ചില ജീവഗന്ധിയായ ഓർമ്മകൾ പങ്കുവെച്ചുകൊള്ളട്ടെ. ദൈവം മലങ്കര സഭയ്ക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അഭിവന്യ തിരുമേനി. വ്യക്തിത്വത്തിലെ നൈർമല്യവും ശുദ്ധിയും ജീവിത നടപടികളിലെ ലാളിത്യവും ശുശ്രൂഷകളിൽ പുലർത്തുന്ന ആത്മ അർപ്പണവും തിരുമേനിയുടെ ജീവിതത്തെ കൂടുതൽ ശ്രേഷ്ഠമാക്കുന്നു. ചരിത്രബോധത്തിൽ ഊന്നിയുള്ള വിശ്വാസ പ്രബോധനങ്ങൾ സഭയുടെ കാതലായ ദൈവശാസ്ത്ര അടിസ്ഥാനം ആരാധനക്രമങ്ങളിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് തിരുമേനി ഊന്നി പറയാറുണ്ട്. അതോടൊപ്പം തന്നെ നവീകരണ ദർശനത്തിന്റെ വക്താവാണ് അഭിവന്യ തിരുമേനി. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് കോവിഡ് കാലഘട്ടത്തെ ആരാധന രീതികളിൽ തിരുമേനിയുടെ ഇടപെടലുകൾ. ആരാധനയിൽ കർത്താവിന്റെ ദൃശ്യ രക്തങ്ങൾ സെർവ് ചെയ്യുന്ന രീതിയിൽ മാറ്റം വന്നപ്പോഴും അതിൽ ആത്മീയ അംശം ചോരാതെ അതിനെ ശുശ്രൂഷയുടെ ഭാഗമാക്കുവാൻ തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ ഇടപെടലുകളുടെ സാധ്യമായി തീർന്നു. അതുപോലെ തന്നെയാണ് ഓൾട്ടർ ബോയ്സ് ആൻഡ് കവനന്റ് ഗേൾസ് എന്ന വലിയ ഒരു തിരുമേനിയുടെ ആശയം. പെൺകുഞ്ഞുങ്ങളെയും ശുശ്രൂഷ ഉപായത്തിൽ വിശുദ്ധ കുർബാനയുടെ ഭാഗമാക്കുവാനുള്ള ധീരമായ തീരുമാനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തിരുമേനിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ മണമുള്ള ഇടയശ്രേഷ്ഠൻ എന്നാണ് പറയുന്നത്. തന്റെ കരങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന അംശവടിയുടെ അർത്ഥം മുറുകെ പിടിച്ചുകൊണ്ട് പിതൃസഹജമായ വാത്സല്യത്തോടുകൂടിയുള്ള അജപാലന ശുശ്രൂഷയാണ് തിരുമേനി നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. മാനവിക മൂല്യങ്ങളെ ചേർത്തുകൊണ്ടുള്ള പ്രവർത്തന ശൈലി, ജാതിമത വർണ്ണലിംഗ ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ ചേർത്തണയ്ക്കുന്ന ഇടയശ്രേഷ്ഠൻ. ക്രിസ്തു പറഞ്ഞതുപോലെ കാണാതെ പോയ ഒരാടിനു വേണ്ടി നോവുന്ന ഹൃദയത്തിന്റെ ഉടമ. അതിന്റെ ഉദാഹരണമാണ് സഭയിൽ നിന്ന് മുടക്കപ്പെട്ടവരും വേർപെട്ടു പോയവരെയും കുറിച്ചുള്ള തിരുമേനിയുടെ ഉത്കണ്ഠ. ഖർവാപ്പസി എന്ന ആശയത്തിലൂടെ 500-ലധികം കുടുംബങ്ങളെ തിരികെ സഭാഗാത്രത്തിലേക്ക് മടക്കി വരുത്തിയ ഇടയശ്രേഷ്ഠൻ. പ്രാർത്ഥനയുടെ ആൾരൂപമാണ് നമ്മുടെ തിരുമേനി. പ്രാർത്ഥനാധിഷ്ഠിതമായ ജീവിതം എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഇടയശ്രേഷ്ഠൻ.
ഇടവക ജനങ്ങളെയും പട്ടത്ത സമൂഹത്തെയും മേൽപ്പട്ടക്കാരെയും അവരുടെ ജീവിതത്തിന്റെ വിശേഷ അവസരങ്ങളിൽ പ്രത്യേകം പേർ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന തിരുമേനി ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭദ്രാസനമായി ഒരു പ്രാർത്ഥനാ മുറി ക്രമീകരിച്ച് ഇടമുറിയാതെ ആ നാൾ മുതൽ ഇന്ന് വരെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും അതിൽ സജീവം നേതൃത്വം നൽകുകയും ചെയ്യുന്ന അഭിമന്യ തിരുമേനി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാ ജീവിതത്തിന് ഉദാത്തമായ മാതൃകയാകുന്നു. സുവിശേഷത്തിന് തിരുമേനി നൽകുന്ന ഊന്നൽ വളരെ വലുതാണ്. എല്ലാ മാർത്തോമക്കാരും സുവിശേഷക്കാരായിരിക്കണമെന്ന ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മിഷൻ ഫീൽഡുകളോട് തിരുമേനിക്ക് പ്രത്യേക താല്പര്യമാണ്. സുവിശേഷ വേലയ്ക്ക് യുവജനങ്ങളെ കണ്ടെത്തി മിഷൻ ഫീൽഡുകൾക്ക് തിരുമേനി നൽകുന്ന ഊർജം വളരെ വലുതാണ്. കുലീനത നിറഞ്ഞ പെരുമാറ്റവും ലളിത ജീവിതവും അഭിമന്യ പിതാവിന്റെ എന്നും കൈമുതലായിരുന്നു. ലളിതമായ വാക്കുകളിലൂടെ ഗഹനമായ ദൈവശാസ്ത്ര ചിന്ത സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള അവതരണമാണ് തിരുമേനിയെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ശബ്ദകോലാഹലങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നിശബ്ദമായി നിറസാന്നിധ്യമായി തിരുമേനി സമൂഹത്തിൽ വെളിച്ചമായി ഉപ്പായി അലിഞ്ഞു ചേരുകയാണ്. താൻ കൂദാശ ചെയ്യുന്ന പള്ളികളിലും ബിൽഡിങ്ങുകളിൽ പോലും തന്റെ പേർ കൊത്തിവെക്കുവാൻ പോലും തിരുമേനി താല്പര്യപ്പെടാറില്ല. തൃശൂർ രവിവർമ്മ മന്ദിരം മുതൽ കുറ്റിച്ചൽ പാഴ്സണൽ വരെ ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. സഹജീവികളോടുള്ള കരുതൽ നമുക്ക് അരമന തന്നെ അതിന്റെ ഉദാത്തമായ ഉദാഹരണമാണ്. തന്റെ സമസൃഷ്ടികളെയും ഒരുപോലെ കരുതുവാനും സ്നേഹിക്കുവാനും തിരുമേനി കാട്ടുന്ന താല്പര്യം. തിരുമേനിയുടെ ശബ്ദത്തിന് കാതോർക്കുന്ന പക്ഷിമൃഗാദികളെ അരമനയിൽ നമുക്ക് നേർസാക്ഷ്യമായി കാണാവുന്നതത്രേ. അഭിമന്യ തിരുമേനി അവിടുന്ന് ഞങ്ങൾക്ക് ലഭിച്ച സുഹൃതമാണ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷവും ഏറ്റവും ആഹ്ലാദവും അനുഗ്രഹവുമാകുന്നു. അങ്ങയുടെ വാക്കുകൾക്കായി ഞങ്ങൾ സാദരം കാതോർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട ഇടവക അംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, കർത്താവിൽ എത്രയും വാത്സല്യമുള്ളവരെ, നിങ്ങളോട് ചേർന്ന് ഈ ദിവസം ഈ സന്ധ്യയിൽ വചനം ധ്യാനിക്കാൻ ഇടയാക്കുന്ന ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ദിവസങ്ങളെല്ലാം 10-18 പള്ളികളിൽ ഇതുപോലെ വൈകുന്നേരം സന്ദർശിക്കാറുണ്ട്. കഴക്കൂട്ട ഇടവക ഒരു യങ് ഇടവകയാണ്. ഈ സിറ്റിയിലെ എല്ലാ പള്ളികളും 60 വയസ്സിൽ മുകളിലുള്ളവരാണ് കൂടുതൽ. കഴക്കൂട്ടത്തെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ചേരുമ്പോൾ ഇതൊരു യങ് ഇടവകയാണ്. ഒരു യങ് അച്ഛനെ നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്നു. അത് അനുഗ്രഹകരമായ ഒരു ശുശ്രൂഷാകാലം ദൈവം അച്ഛന് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മെല്ലാം ഭയപ്പെടുന്ന ഒരു കാലമാണ് COVID-19. 2 വർഷമായി ഇത് നമ്മെ പിന്തുടരുകയാണ്. അതൊരു ഹൃദയത്തിന് ഭാരവും ദുഃഖവും വേദനയും ആകാംക്ഷയും തരുന്ന ഒരു കാലം. ഇതിനു മുമ്പ് ആരും ഇതുപോലൊരു കാലത്ത് ജീവിച്ചിരുന്നിട്ടില്ല. ലോകത്തിലെല്ലാവരും മുഖം മൂടി വെച്ചാണ് നടക്കുന്നത്. ഈ മാസ്ക് ധരിച്ച് മുമ്പോട്ട് പോകുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു ശക്തിയായി കോവിഡ് തീർന്നിരിക്കുകയാണ്. ഭയം, മരണം, ഇതെല്ലാം നമ്മെ അലോരസപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നല്ലൊരു ശവസംസ്കാരം പോലും കിട്ടാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുക നമുക്കെല്ലാം ദുഃഖം തരുന്ന ഒന്നാണ്. അടുത്തിരുന്ന് നമ്മെ അകലങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ചിന്തയാണ് കോവിഡ് തന്നെ. ഇവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാം, തണുത്തു പോകാം. എവിടെ ദൈവം എന്ന് ബുദ്ധിയുണ്ട് നാം ചിലപ്പോൾ ചോദിച്ചു പോകാം. ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? നല്ലവരായി ജീവിക്കുന്ന നമുക്ക് ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ഒരു ചിന്തയും ഭാരവും നമുക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയുമാണ് നമ്മെ പിടിച്ചു നിർത്താനായിട്ട് നമ്മെ സഹായിക്കുന്ന ഘടകങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ ഭദ്രാസനത്തിൽ രാവിലെ എന്ന് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി അടുത്തു വരുവാൻ ഒരു സമയം, അന്യോന്യം ഭാരം ചുമക്കാൻ ഒരു അവസരം, ദുഃഖം പങ്കിടാൻ വേണ്ടി ഒരു അവസരം, പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു അവസരം, പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിനുള്ള ഒരു ആശ്രയം, ഇതെല്ലാം നമുക്ക് തരുന്നു. പള്ളികളെല്ലാം അടഞ്ഞു കിടക്കുന്നു. ദൈവം നമ്മെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയതാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. വചനം വിശ്വസിക്കാതെയും കപടഭക്തരായിരിക്കുന്ന നമുക്ക് നമ്മുടെ ആരാധന തന്നെ ദൈവത്തിന് വെറുപ്പായി തീർന്നോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ പ്യൂരിഫൈ ചെയ്ത് ശുദ്ധീകരിച്ച് ദൈവം നമ്മെ ഈ പള്ളിക്കകത്ത് വീണ്ടും കയറ്റും.
അതായിരിക്കണം നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും. ദൈവമേ, അവിടുത്തെ ഹൃദയത്തിന് പ്രകാരമുള്ള ഒരു ജീവിതം ചെയ്യുവാൻ തക്കോണം, നിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതം ചെയ്യുവാൻ തക്കോണം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശരായ ഒരു കൂട്ടം ശിഷ്യന്മാരുടെ കഥ ഇന്ന് നമുക്ക് ഒന്നിച്ച് പങ്കുവയ്ക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം. ശ്രദ്ധിച്ച് കേൾക്കുക, വേദപുസ്തകമുള്ളവരൊക്കെ എടുക്കുക. അതിനുശേഷം യേശു പിന്നെയും തിബരിയോസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സെബെദി മക്കളും അവന് ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടവ് കയറി പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നതെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തിലാകിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിട്ടും ആ വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ടും ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. നമ്മുടെ കർത്താവിന്റെ ക്രൂശാരോഹണം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇവയെല്ലാം കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നത്. ഈ 40 ദിവസം യേശുവിന് ഒരു മിഷൻ ഉണ്ടായിരുന്നു. തന്നിൽ വിശ്വസിച്ചിരുന്നവരെ താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പഠിപ്പിക്കുക, അവരെ കണ്ട് ബോധ്യപ്പെടുത്തുക. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായത്തിലെ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്, 500-ലധികം പേർക്കാണ് യേശു പ്രത്യക്ഷനായത്. 500-ലധികം പേര്, തന്നിൽ വിശ്വസിച്ചിരുന്ന 500-ലധികം പേരെ നേരിട്ട് കണ്ട് യേശു അവരോട് പറഞ്ഞു. തന്റെ കൈയും വിലാപ്പുറം അവരെ കാണിച്ചിട്ടാണ് യേശു പഴയ യേശു ആണെന്ന് അവർക്ക് ബോധ്യമാകുന്നത്. ഭൂതം എന്ന് പലപ്പോഴും യേശുവിനെ കണ്ടപ്പോൾ അവർക്ക് തോന്നി, അയ്യോ, മരിച്ചുപോയതിന് നേരെ വരുമോ? മരിച്ചിട്ട് ഉയർത്തു നിൽക്കുക എന്നുള്ളത് അവർക്ക് മനസ്സിലാകാത്ത ഒരു സുവിശേഷമായിരുന്നു. ഇന്ന് നമ്മൾ പലപ്പോഴും ഈ വാക്ക് കേട്ട് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. എന്നാൽ ശിഷ്യന്മാരുടെ കാലത്ത് യേശു ജീവിച്ചിരുന്നപ്പോൾ യേശു അവരോട് പറയുമായിരുന്നു, യഹൂദന്മാർ എന്നെ കൊല്ലും, 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തു നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല. ഇന്ന് നാം ആദ്യം നിങ്ങൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് പറയുന്നുണ്ട്, താന് 3 ദിവസം കൊണ്ട് ഈ ആലയം പണിയുമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, അയ്യോ, ഇത് എത്രയോ വർഷം കൊണ്ട് പണിത ഒരു പള്ളിയാണ്, നീ 3 ദിവസം കൊണ്ട് പണിയുമോ എന്ന് ചോദിച്ചവർക്ക് മനസ്സിലായില്ല. തന്റെ ശരീരത്തെ കുറിച്ചാണ് യേശു അന്ന് അവരോട് പഠിപ്പിച്ചത്. യേശുവിന് ഉയർപ്പ് കഴിഞ്ഞാണ് അവർക്കത് മനസ്സിലായി. അയ്യോ, യേശു ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ, ഞാൻ കേട്ടതാണല്ലോ എന്നവർ പറയും. ഇതുപോലെ യേശുവിന് ഉയർത്തെഴുന്നേൽപ്പ് ശിഷ്യന്മാർക്ക് ഒട്ടും മനസ്സിലായില്ല. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ചിത്രം പഠിപ്പിക്കാൻ വേണ്ടി യേശു ലാസറിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. യേശു വളരെ സ്നേഹമുണ്ടായിരുന്ന ഒരാളായിരുന്നു ലാസർ. ലാസറിന്റെ രോഗമുണ്ടായിരുന്നപ്പോൾ യേശു സ്ഥലത്തില്ലായിരുന്നു. എന്നാലും യേശു അത് അറിഞ്ഞിട്ട് ശിഷ്യരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ സുഖമില്ലാതിരിക്കുന്നു, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് യേശു പറഞ്ഞില്ല. യേശു ലാസർ മരിക്കാൻ വേണ്ടി നോക്കിയിരുന്നത് പോലെ തോന്നും. ലാസർ മരിച്ചു കഴിഞ്ഞിട്ടാണ് യേശു ആ ഭവനത്തിലേക്ക്, ബഥാനിയിലേക്ക് പോകുന്നത്. ദൂരവേ വെച്ച് ലാസറിന്റെ സഹോദരിമാർ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ യേശുവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ സ്നേഹിതൻ, ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ യേശു അവരോട്, മർത്തയോട് പറഞ്ഞു,
അവൻ ഉയർത്തു നൽകും. അപ്പോൾ മാർത്ത പറഞ്ഞു, യഹൂദന്മാരെ വിശ്വസിക്കുന്ന പോലെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അവസാന നാൾ ഉയർത്തു നിൽക്കും. അപ്പോൾ യേശു പറഞ്ഞു, അവസാന നാളിലല്ല, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. ആർക്കൊക്കെ എന്നിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് അവർക്ക് നിത്യജീവനുണ്ട്, ഉയർപ്പുണ്ട് എന്ന്. എന്നിട്ട് യേശു കല്ലറയ്ക്കൽ ചെന്ന് ലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. അങ്ങനെയാണ് യഹൂദന്മാർ ആദ്യമായിട്ട് മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർക്കുമെന്നുള്ള ശബ്ദവർത്തമാനം കണ്ടതും കേട്ടതും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പിന്നീട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഉയർത്തു നിൽക്കാൻ, മരണത്തിൽ നിന്ന് ഉയർത്തു നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ യേശുവിന്റെ ഉയർത്തു നിൽപ്പ് കണ്ടിട്ടും പത്രോസിനും കൂട്ടുകാർക്കും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പത്രോസും ബാക്കി 10 പേര് ഇരിക്കുമ്പോഴാണ് യേശു ആദ്യമായിട്ട് അവരുടെ അടുത്ത് വന്ന് തങ്ങളെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. യേശുവിനെ കണ്ടിട്ട് അവർ സന്തോഷിച്ചെന്നാ പറഞ്ഞത്. എന്നാൽ തോമസ് ലീഗ ആ കൂടെ ഇല്ലായിരുന്നു. തോമസ് ലീഗ പിന്നീട് വന്നപ്പോൾ 10 പേര് ഒന്നിച്ചു പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു, നമ്മുടെ ഗുരുവിനെ കണ്ടു. ഈ 10 പേര് പ്രസംഗിച്ചിട്ടും തോമസ് മാനസാന്തരപ്പെട്ടില്ല. തോമസ് പറഞ്ഞു, ഐ വോണ്ട് ബിലീവ് അണ്ടിൽ അൺലെസ് ഞാൻ അവനെ കാണാതെ, അവന്റെ മുറിപാടുകളിൽ തൊടാതെ അവനെ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തോമസിനെ റിഡീം ചെയ്യാൻ വേണ്ടി യേശു രണ്ടാമത് പ്രത്യക്ഷനാവും. വാതിൽ അടച്ചിരിക്കെ അതിന്റെ നടുവിലൂടെ, ഇടയിലൂടെ, എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആ വാതിൽ അടച്ചിരിക്കെ തന്നെയാണ് യേശു അവരുടെ അടുത്ത് വന്നിട്ട് അവരോട് പറഞ്ഞു, പീസ് ബി വിത്ത് യു, സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭണ്ഡവാനം ഭ്രമിച്ചുപോയി. തോമസിന്റെ അടുത്ത് വന്നിട്ട് യേശു പറയുന്നു, തോമസ് വരിക, നീ ആവശ്യപ്പെട്ടതുപോലെ എന്നെ തൊടുക, എന്റെ മുറിപാടുകളെ തൊട്ടിട്ട് നീ എന്നെ വിശ്വസിക്കാൻ പറയും. ക്രിസ്തുമാർഗത്തിലെ ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് പത്രോസ് അപ്പോസ്തലനാണ്. പിന്നെ രണ്ടാമത് നടത്തുന്നതാണ് തോമസ് അപ്പോസ്തലൻ. തോമസ് അപ്പോസ്തലൻ യേശുവിനെ കണ്ടിട്ട്, മുറിപാടുള്ള യേശുവിനെ കണ്ടിട്ട് നെടുമ്പാട് വീട് പറഞ്ഞു കാണും. അതാണ് എൻ്റെ ഒരു ചിന്ത, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശുവിനെ അപ്രകാരം അഭിസംബോധനയാണ്. യേശു ദൈവവുമാണ്, കർത്താവുമാണ്. ഇത് പലപ്പോഴും യേശുവിന് ശേഷം ആളുകൾക്ക് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. യേശു കർത്താവാണോ, ദൈവമാണോ, പ്രവാചകനാണോ, നല്ല പ്രവാചകനാണോ, വലിയ ഗുരുവാണോ, ശ്രേഷ്ഠ ഗുരുവാണോ, ഒത്തിരി സംശയങ്ങൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ കർത്താവുമാകുന്നുവെന്ന് സഭ വിശ്വസിക്കുന്നു. അപ്പോസ്തലന്മാരെ അത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യേശു 3-ാം പ്രാവശ്യം പ്രത്യക്ഷനാകുന്ന ഈ തിബിരിയോസ് കടൽക്കരയിലാണ്. യേശുവിനെ വലിയ ഗുരുവായും കർത്താവായും ദൈവമായും പ്രതീക്ഷിച്ചിരുന്ന ശിഷ്യന്മാർക്ക് യേശുവിന്റെ മരണം വിശ്വസിക്കാനോ ഉൾക്കൊള്ളുവാനോ കഴിഞ്ഞില്ല. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലെ എമൗസിലേക്ക് 2 പേര് യാത്ര ചെയ്യുന്നതായിട്ട് പറയുന്നു. ക്ലെയോപ്പ എന്ന് പറയുന്ന ഒരാളും മറ്റൊരാളും സ്നേഹിതൻ എന്നാ പറയുന്നത്. എന്റെ വിചാരം ക്ലെയോപ്പാവിന്റെ ഭാര്യ ആയിരിക്കും കൂടെയുള്ളത്. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ക്ലെയോപ്പാവിന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്രൂശീകരണം ക്ലെയോപ്പാവിനോട് നേരിട്ട് പറയുന്നതായിരിക്കും സ്ത്രീ. ഇവർ 2 പേരും കൂടി യാത്രയാണ്. ഇന്നത്തെ പോലെ മോട്ടോർ വാഹനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇവർ നടക്കുക, ധാരാളം നടക്കാനുണ്ട്. നടക്കുമ്പോഴും സംസാരിക്കാൻ ആളുണ്ടെങ്കിൽ യാത്രയുടെ മുഷിവ് അറിയത്തില്ല. എന്നാൽ ഒരു വലിയ കാര്യം ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി ഈസിയാണ് യാത്ര. അങ്ങനെ നടക്കുമ്പോഴാണ് അവർക്കൊരു കൂട്ടുകാരനെ കിട്ടിയേ, അപരിചിതനായ ഒരു മനുഷ്യൻ എന്ന് വിചാരിച്ച് അവരും സംസാരിച്ചു. അപ്പോൾ ആ അപരിചിതൻ ചോദിക്കുന്നത്, എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം, നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നല്ലോ, കഠിനമായ വ്യഥ നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ, എന്താണ് പ്രശ്നം? അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ നീ മാത്രം ഈ കാര്യം അറിഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ 3 ദിവസം മുമ്പ് നടന്ന കാര്യം, നിർമ്മലനും പരിശുദ്ധനുമായ ഒരുവനെ നമ്മുടെ പുരോഹിതന്മാരെല്ലാം കൂടി ക്രൂശിൽ വെച്ച് കൊന്ന് അറിഞ്ഞില്ലേ? അപ്പോൾ കൂടെ നടന്നയാളെ അവരോട് പറഞ്ഞു, മോശയുടെ പ്രവചനം സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും പറഞ്ഞ് കേൾപ്പിച്ച് അവരോട് കൂടെ പോയപ്പോൾ അവർക്ക് ആശ്വാസം തോന്നി. ഇതുപോലെ തന്നെയാണ് ഈ പത്രോസിന് കൂടെയുള്ള 6 പേർക്കും യേശുവിന്റെ പുനരുത്ഥാനം വിശ്വസിക്കാനോ ഉൾക്കൊള്ളുവാനോ ഗ്രഹിപ്പാനോ കഴിയാതെ പോയി. അതുകൊണ്ടാണ് യേശു അവരെ റിഡീം ചെയ്യാൻ വേണ്ടിയാണ് യേശുവിന്റെ 3-ാമത്തെ ഉയർത്തുന്നതിന്റെ യേശുവിന്റെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. കടൽക്കരയിൽ യേശു നിൽക്കുകയാണ്. രാത്രിയിലാണ് മീൻ പിടിക്കപ്പെടുത്തക്കാരെല്ലാവരും പോകുന്നത്. രാത്രിയിൽ പോകുമ്പോഴാണ്, രാത്രിയിൽ ഒരു വിളക്കും കൂടെ വെച്ച് പോയാൽ മീൻ അടുത്ത് വരും. അങ്ങനെയാണ് വല വീശി മീൻ പിടിക്കാനായിട്ടുള്ള സൗകര്യം. അങ്ങനെ പോയ ശിഷ്യന്മാർക്ക് ആ രാത്രി ഒന്നും കിട്ടിയില്ല.
നിരാശരായിരിക്കുന്ന ഒരു അവസരത്തിലാണ്, വിഷാദ ചിത്തരായിരിക്കുന്ന അവസരത്തിലാണ്, തങ്ങളുടെ ഗുരുവിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് 3.5 വർഷക്കാലം ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് കൂടെ നടന്ന യേശുവിന് എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ പതിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ വീണ്ടും പോകുന്നുണ്ട്. ഇപ്പം മിക്ക വീടുകളിലും ഫിഷ് ടാങ്കുകളുണ്ട്. അപ്പൊ ആളുകൾ പറയും ഫിഷ് ടാങ്ക് നല്ലതാണ്, നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, വിചാരങ്ങളും ഹൃദയവും ഏകീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫിഷിനെ നോക്കിയാൽ മതി എന്ന് പറയും. ഈ മീൻപിടുത്തക്കാരായ പത്രോസിനും കൂട്ടുകാർക്ക് അത് തന്നെ തോന്നിക്കാണും. ഒരു മീൻ പിടിക്കാൻ പോയാൽ മനസ്സിന്റെ ഭാരങ്ങൾ ഒത്തിരി മാറിപ്പോകും. പഴയ തൊഴിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സ് ഏകാഗ്രമാക്കാൻ സാധിക്കും. ഫിഷിങ്ങിൽ കേന്ദ്രീകരിച്ചാണെങ്കിൽ മനസ്സിന്റെ ഉള്ളിലെ ഭാരം ഒത്തിരി നീക്കാൻ കഴിയുമായിരിക്കും. അങ്ങനെയാണ് അവരെ 7 പേരും ചേർന്ന് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. യേശു നല്ലൊരു അധ്യാപകനാണ്. അതുകൊണ്ട് യേശു ഓരോ ഇൻസിഡന്റ് എടുത്താണ് ആളുകളെ ടീച്ച് ചെയ്യുന്നത്. നിരാശരായ ആളുകൾക്ക് നിരാശ മാറ്റാൻ കൊടുക്കാൻ തക്കവണ്ണം യേശു അവർക്ക് ഒരു വലിയ മത്സ്യസമ്പത്ത് അവർക്ക് കൊടുക്കുന്നു. കരയിൽ ഒരുവൻ അപരിചിതൻ നിൽക്കുന്ന പോലെ അവർക്ക് തോന്നി. എന്നാൽ ഒരു സ്വീറ്റ് വോയിസിലാണ് അവർ യേശുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നല്ല സ്വീറ്റ് വോയിസ് ആണ്. കുഞ്ഞുങ്ങളെ, നല്ല ഒരു സംഭാഷണം നമുക്ക് പലപ്പോഴും അങ്ങനെയാണ്. ചില ഫോൺ കോൺവെർസേഷൻ നമുക്ക് നിർത്താൻ തോന്നത്തില്ല. ഒരാഴ്ച തന്നെ ചിലപ്പോൾ ആ കോൺവെർസേഷന്റെ ഒരു സന്തോഷം നമ്മെ പിന്തുടരാം. എന്നാൽ ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്യാറുണ്ട്, നമ്മളെ അലോരസപ്പെടുത്താറുണ്ട്, അത് നമ്മെ ദുഃഖിപ്പിക്കാറുണ്ട്, ആ കോൺവെർസേഷൻ മറന്നു കളയാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ യേശുവിന്റെ സ്വീറ്റ് വോയിസ് ആണ്. കുഞ്ഞുങ്ങളെ, മക്കളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. നിരാശർക്ക് യേശുവിന്റെ സാന്ത്വനം കൊടുക്കുന്ന ഒരു വാക്കാണ് മക്കളെ. ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പോൾ യേശു പറയുന്നത് വലതുഭാഗത്ത് വീശാൻ പറയുന്നു. യേശുവിന്റെ മിഷൻ ആരംഭിക്കുമ്പോഴും ഈ ഒരു പെരുത്ത മീൻകൂട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 5-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യത്തില് ഇതുപോലെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന സമയത്ത് ഈ പരുത്ത മീൻകൂട്ടം കണ്ടാണ് അവർ യേശുവിനെ പിന്തുടരാൻ ശ്രമിച്ചത്. ഇതുപോലെ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തിലും ഇതുപോലെ ഒരു പെരുത്ത മീൻകൂട്ടത്തെ കാണിച്ചുകൊണ്ടാണ് സുവിശേഷകൻ നമ്മളെ യേശു ആരാകുന്നു, യേശുവിന്റെ അത്ഭുതം നമ്മെ പഠിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ആർദ്രതയോടുകൂടിയുള്ള ദൈവത്തിന്റെ ശബ്ദത്തിലൂടെയാണ് ദൈവം ആദ്യം ലോകത്തിൽ തന്നെ വെളിപ്പെടുത്തിയത്. ഒരു 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 രൂപത്തിലല്ല ദൈവത്തെ മനസ്സിലാക്കാൻ സാധിച്ചത്. ദൈവത്തെ ആർക്കും ഒരു നാളും കാണാൻ ഒക്കത്തില്ല, കാണുന്ന നാളിൽ മരിക്കും, യേശു മോശയോട് പറഞ്ഞാണ്. എന്നാൽ ദൈവം തന്റെ ശബ്ദത്തിലാണ് ലോകത്തിൽ വെളിപ്പെട്ടത്. ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി എന്നാണ് പറയുന്നത്. സൃഷ്ടി വചനത്തിലൂടെയാണ് ഉണ്ടായത്. ദൈവത്തിന്റെ വചനം ജീവിപ്പിക്കുന്നതാണ്, ജീവൻ തരുന്നതാണ്. പരിശുദ്ധ കന്യകമറിയാമിനോടുള്ള മാലാഖയുടെ വചനത്തിലൂടെയാണ് കന്യകമറിയം ഗർഭിണിയായത്. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞത്, പരിശുദ്ധാത്മാവിന് പൂർണ്ണരായത്. വചനം അയച്ച് ഞാൻ അവരെ കൊല്ലും, വചനം അയച്ച് ഞാൻ അവരെ ജീവിപ്പിക്കും എന്ന് പറയുന്നു. ദൈവത്തിന്റെ ശബ്ദത്തിന് വളരെ പവറുണ്ട്. ദൈവത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് സങ്കീർത്തനം 29-ലാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ പവർ, അതിന്റെ ഡെപ്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 29-ാം സങ്കീർത്തനം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം യഹോവയുടെ ശബ്ദത്തെ കുറിച്ച് പറയുന്നു. അത് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, ശക്തിയോടെ ഉണ്ടായിരുന്നു, മഹിമയോടെ ഉണ്ടായിരുന്നു, ദേവദാരുക്കളെ തകർക്കുന്നു, അഗ്നിജ്വാലയെ ചിന്തിക്കുന്നു, മരുഭൂമിയെ നടുക്കുന്നു, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ്! ദൈവത്തിന്റെ ശബ്ദത്തിന്റെ വലിയ വലിയ പ്രഹരം ഇടിവെട്ടുന്നത് പോലെയാണ്. എബ്രഹാം മാർത്തമ്മ തിരുമേനിയെ കണ്ടിട്ടുള്ള പ്രായം ചെന്ന ആളുകൾ പറയും, എബ്രഹാം മാർത്തമ്മ തിരുമേനിയുടെ ശബ്ദം ഇതുപോലെയായിരുന്നു. അന്ന് മൈക്കില്ലാതിരുന്ന സമയം തിരുമേനിയുടെ ശബ്ദം വളരെ ദൂരെ കേൾക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പെരുവെള്ളത്തിന്റെ വെള്ളം പോലെ എന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പോലെയായിരുന്നു തിരുമേനിയുടെ ശബ്ദം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, ദേവദാരുക്കളെ ചിഹ്നിക്കുന്നു. തീജ്വാലയിൽ പരിശുദ്ധാത്മാവിനെ സ്ലീഹന്മാർക്ക് കിട്ടിയപ്പോൾ തീജ്വാല അവരുടെ നാവിന്മേൽ ചിഹ്നിച്ചതുപോലെ 2-3 ആയിട്ട് പിളർക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ ശബ്ദം. മക്കളെ, നിരാശിതരായവരുടെ മധ്യത്തിലെ യേശുവിന്റെ സാന്ത്വന ശബ്ദമാണ് അവരെ ജ്വലിപ്പിക്കുന്നതിനും ശക്തി കൊടുക്കുന്നതിനും സാധിച്ചത്. ശബ്ദത്തിലൂടെയാണ് ദൈവം മനസ്സിലാക്കുന്നത്.
ഞാനൊരു കല്യാണം ഒക്കെ നടത്താൻ പോകുമ്പോൾ എൻ്റെ രണ്ടു വശത്ത് നിൽക്കുന്ന അച്ഛന്മാർ 10-15 പേരുണ്ടെങ്കിൽ പോലും അവർ 15 പേരെ എനിക്ക് അറിയാമെങ്കിൽ അവരുടെ ശബ്ദം കൊണ്ട് എനിക്ക് തിരിച്ചറിയാം. ഓ, ഇപ്പോൾ വായിച്ചത് ബിജി അച്ഛനാണ്, ഇപ്പോൾ വായിച്ച ഈപ്പൻ ചെറിയാൻ അച്ഛനാണ്. അവരുടെ മുഖം കാണാതെ തന്നെ ശബ്ദത്തിലൂടെ എനിക്ക് അവരെ തിരിച്ചറിയാനായിട്ട് കഴിയും. ദൈവം തന്റെ ശബ്ദത്തിലൂടെയാണ് തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയത്. ഈ ലോകം സൃഷ്ടിച്ചതുപോലെ ശബ്ദത്തിലാണ്. വെളിച്ചമുണ്ടാവട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം പറയുന്ന എല്ലാ ക്രിയേഷനും ദൈവത്തിന്റെ ശബ്ദത്തിലൂടെ ഉണ്ടായത്. ഇവിടെ ഇതാ കുഞ്ഞുങ്ങളെ എന്നുള്ള ദൈവത്തിന്റെ ഇമ്പമാർന്ന ശബ്ദമാണ് നിരാശരായ ജനങ്ങൾക്ക് ശക്തി പറയോ. ദിസ് ഈസ് ദ വെരി സെയിം ഓൾഡ് വോയിസ് ഓഫ് ജീസസ്. അയ്യോ, ഈ ശബ്ദത്തിലാണല്ലോ 3.5 വർഷം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, കണ്ടുകൊണ്ടിരുന്നത്. ഒരിക്കൽ തന്നിൽ വിശ്വസിക്കാതിരുന്ന ശിഷ്യന്മാരോട് യേശു പറയുന്നു, നിങ്ങൾ കാണുന്നതിനെ കാണാൻ എത്രയോ പ്രവാചകന്മാര് ആഗ്രഹിച്ചത്, എത്രയോ രാജാക്കന്മാര് നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഒരു മനുഷ്യനായി ഈ മണ്ണിൽ നടക്കുന്നത് കാണാനുള്ള ഭാഗ്യം ദൈവം നിങ്ങൾക്ക് തന്നല്ലോ എന്ന് പറയുന്നു. മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ് യേശുവിനെ ആദ്യമായി കാണാൻ ഭാഗ്യമുണ്ടായത്. 2 വാക്കുകളിലൂടെയാണ് അവരുടെ സംവാദം. മഗ്ദലക്കാരത്തി മറിയ വെള്ളിയാഴ്ച ദിവസം ശബത്ത് ശബത്ത് ആരംഭിക്കാൻ തുടങ്ങുന്ന 6 മണിക്ക് മുമ്പേ ശവം ബറി ചെയ്യണം. എന്നാൽ വേണ്ടത്ര സുഗന്ധ ലേപനം നടത്തി സംസ്കാരം നടത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖത്തിലാണ് ആഴ്ചവട്ടത്തിന് 1-ാം നാളിൽ സുഗന്ധ വസ്തുക്കളുമായി മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ കാണാൻ വേണ്ടി ശരീരത്തിൽ ലേപനം ചെയ്യാൻ വേണ്ടി വരുന്നത്. എന്നാൽ കല്ലറ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ ആണ് ഉദ്യാനത്തിൽ നിൽക്കുന്നതും കണ്ടു. മഗ്ദലക്കാരത്തി മറിയയുടെ വ്യഥ മുഴുവൻ ഈ ആളിനോട് അവൾ പറയാണ്, അയ്യോ യജമാനനെ, എൻ്റെ ഗുരുവിനെ എവിടെ വെച്ചു, നീ എവിടെ വെച്ചു, കാണുന്നില്ലല്ലോ എന്ന് പറയും. മറിയയുടെ വ്യഥ മനസ്സിലാക്കിയിട്ട് യേശു പറയുന്ന ഒരു വാക്കാണ്, മറിയേ മറിയേ. ഞാൻ പലപ്പോഴും അങ്ങനെ ഒരു വിളി ഒരു പ്രഹസനം പോലെ ഒന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കാറുണ്ട്. മറിയേ, യേശുവിന്റെ വിളിയുടെ ആഴം. ആ ശബ്ദം കേട്ടിട്ടാണ് മറിയ തിരിച്ചു പറഞ്ഞത്, റബ്ബൂനി, ഗുരു എന്ന് പറയുന്നത്. 2 ശബ്ദത്തിലൂടെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നടക്കുന്നത്. അയ്യോ, ഇത് മരിച്ചു എന്ന് ഞാൻ വിചാരിച്ചിരുന്ന യേശു ആണല്ലോ ഇത്, തോട്ടക്കാരനെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആളാണല്ലോ ഇത് എൻ്റെ ഗുരു തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് മറിയം, ഈ ശബ്ദത്തിലൂടെയാണ് യേശുവിനെ മറിയ തിരിച്ചറിയുന്നത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതുപോലെ തന്നെ ഈ കർത്താവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിച്ചു. യേശുവിന് ഹോണ്ട് ഓഫ് ഹെവൻ എന്നൊരു പേരുണ്ട്. സ്വർഗത്തിലെ വേട്ടപ്പട്ടി എന്ന് തർജ്ജമ. വേട്ടയ്ക്ക് പോകുന്നവരെ 2 കാര്യങ്ങളെ കരുതും. ഒന്ന് ഒരു ഹെഡ് ലൈറ്റ്, മറ്റൊരു പട്ടി, മൂന്നാമതൊരു തോക്ക്. ഇത് 3 കൊണ്ടാണ് വേട്ടക്കാർ പോകുന്നത്. വേട്ടയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ ഇരയെ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് പട്ടി. പട്ടി മണം പിടിച്ച് എവിടെയാണ് ഇര പതിയിരിക്കുന്നതെന്ന് കണ്ട് കുറ്റിക്കാടുകൾ ചെന്ന് അതിനെ ഇളക്കി വേട്ടക്കാരൻ്റെ യജമാനന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഇതുപോലെയാണ് യേശു സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന മനുഷ്യനെ തെരഞ്ഞു പിടിച്ച് അവരുടെ പിന്നാലെ ചെന്ന് അവരെ ഇളക്കി പിതാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നു. പത്രോസ് 7 ശിഷ്യന്മാരും ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് നിരാശരായി കർത്താവിന് ഏൽപ്പിച്ച മനുഷ്യരെ പിടിക്കാമെന്നുള്ള സുവിശേഷം മറന്ന് പോയപ്പോൾ ഇവരെ തിരിച്ചു കൊണ്ടിരുന്ന ജോലിയാണ് യേശുവിന് ചെയ്തത്. അച്ഛന് ആദ്യം പറഞ്ഞില്ലേ, അടൂർ ഭദ്രാസനത്തിൽ ഞാൻ ഇരുന്നപ്പോൾ പള്ളി വിട്ടുപോയ ധാരാളം ആളുകളെ തിരികെ പള്ളി കൊണ്ടുവരാനായിട്ട് സാധിച്ചു. കഴക്കൂട്ടം പള്ളിയിൽ നിന്ന് ഇതുപോലെ പള്ളി വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബഥേൽക്കാരെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങളുടെ കൂടെ നടന്ന് ഈ മാമോദീസ തൊട്ടിയിൽ മുങ്ങിയ ആരും പള്ളി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ സഹായിക്കണമേ. മനഃപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അറയിലെ കഥ കടച്ച് ആരും കേൾക്കാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞത്. ദൈവം നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, പോയവൻ പോലും അറിയണ്ട. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ളവരെ ദൈവം മടക്കി വരുത്തും. അത് ആണ് ഒരു സുവിശേഷ വേല, യേശുവിന്റെ വേല. അന്യപ്പെട്ടു പോയവൻ, നിരാശനായി പോയവൻ, വിദ്വേഷം കാണിച്ചു പോയവൻ, മറുതലിച്ചു പോയവരെ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ജോലിയാണ് ദൈവം ഇടവകയെ സഭയെ ഏൽപ്പിക്കുന്നത്.
കൂട്ടം തെറ്റിപ്പോയവനെ തിരിച്ചു കൊണ്ടിരുന്ന ദൈവിക മർമ്മം, ദൈവിക സ്നേഹം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ വലിയ പ്രവർത്തനമാണ്. ഈ ശബ്ദം കേട്ടു, കുഞ്ഞുങ്ങളെ എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ യേശു സ്നേഹിച്ച യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അത് കർത്താവാണ്. ഇറ്റ് ഈസ് ദ ലോർഡ്. ദിസ് ഇസ് നൺ അതർ ദാൻ അവർ ലോർഡ്. ഇവനല്ലാതെ നമ്മുടെ പുറകെ ഇങ്ങനെ വരാൻ വേറൊരു ദൈവവുമില്ല, വേറൊരു കർത്താവുമില്ല. ഇറ്റ് ഈസ് ദ ലോർഡ്. നമ്മളെ കർത്താവിന്റെ ഉയർത്തുന്ന പത്രോസെ നീ കണ്ടതാണ്. ശവശരീരമില്ലാത്തൊരു കല്ലറ നീ കണ്ടതാണ്. നമ്മളെ തിരക്കി 10 പേരിരുന്ന ഒരു മുറിയിൽ വന്ന് നാം കണ്ടതാണ്. എന്നിട്ട് കർത്താവിനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളുവാനോ വിശ്വസിപ്പാനോ നമുക്ക് കഴിഞ്ഞില്ല. ഇറ്റ് ഈസ് ദ ലോർഡ്. ഇത് കർത്താവാണ്. ഇത് കർത്താവ് മാത്രമാണ്. കർത്താവ് എന്നൊരു ഒരു സെക്യുലർ വേർഡാണ്, എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോടതികളിൽ വക്കീലന്മാരെ, ജഡ്ജിമാരെ അഭിസംബോധന ചെയ്യുന്നത് മൈ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മൈ ലോർഡ്. എന്തിനാണ് ഒരു ജഡ്ജിയെ ലോർഡ് എന്ന് വിളിക്കുന്നത്? അദ്ദേഹത്തിന് ജീവന്റെ മേൽ അധികാരമുള്ളത് കൊണ്ടാണ്. ഒരുവനെ കൊല്ലാനും ഒരുവനെ വെറുതെ വിടാനും ഈ രാജ്യം അദ്ദേഹത്തിന് പവർ കൊടുത്തിട്ടുണ്ട്. യേശു മരിച്ചു ഉയർത്തുന്നതിന് കൊണ്ട് യേശുവിന് കിട്ടിയ ഒരു പേരാണ് ലോർഡ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, ഇനി ന്യായവിധിയെല്ലാം പിതാവാൻ ദൈവം പുത്രൻ തമ്പുരാനെ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാ ജീവന്റെ മേലും അധികാരം യേശുവിനാണ്. യേശുവിനെ കൂടാതെ ഒന്നും ഉളവായില്ല എന്ന് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു. എല്ലാ സൃഷ്ടി സമയത്ത് യേശു ഉണ്ടായിരുന്നു. ഏദൻ തോട്ടം മുതൽ യേശു ഉണ്ട്. അതുകൊണ്ട് യേശു ഇന്നുമുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ യേശുവിന്റെ ആത്മാവാണ് ഇന്നും സമ്പാദിക്കുന്നത്. മരണപ്പെടുന്ന എല്ലാവർക്കും ജീവൻ തരുന്നത് യേശുവാണ്. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്ന എല്ലാവർക്കും ദൈവം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് ഇറ്റേണിറ്റി, മരണമില്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് ഇത് കർത്താവാണ്, അത് കർത്താവാണ് എന്ന് യോഹന്നാൻ പറയുമ്പോൾ അത് കർത്താവ് മാത്രമാണ് എന്ന് പറയുന്നു. നമ്മുടെ പിന്നാലെ നാം തിരികെ തെറ്റി മാറിപ്പോകുമ്പോൾ നമ്മുടെ പിന്നാലെ വന്ന് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നത് കർത്താവാണ്. വന്ന ആളുകളോട് മീൻ 153 മീനാണ് പസഫിക്കിലുണ്ടെന്നാണ് പറയുന്നത്. ആ 153 മീനും കൊണ്ടാണ് അവരെ കരയ്ക്ക് വരുന്നത്. അപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ പിടിച്ചത് കുറച്ച് കൊണ്ടുവരിക. അവർ നോക്കിയപ്പോൾ തീക്കനലിൽ മേൽ അപ്പവും മീനും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് യേശു പറയുന്നത്, നിങ്ങളുടെ പ്രയത്ന ഫലവും കൂടെ കൊണ്ടുവരിക. അതാണ് കുർബാന. കൈയുടെ പ്രയത്ന ഫലമായ അപ്പവും ഭൂമിയുടെ വളമായി മുന്തിരിയും നമ്മുടെ സമ്പാദ്യങ്ങളും ദൈവത്തിന് കാഴ്ചവെക്കുമ്പോൾ ദൈവം തന്റെ ശരീരവും രക്തവുമാക്കി നമുക്ക് മടക്കി തരും. അത് വിശുദ്ധ കുർബാനയുടെ അനുഭവമാണ്. ലാസ്റ്റ് സപ്പർ എന്ന് നാം പറയുമല്ലോ, ഇവിടെ ഇത് പ്രാതലാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. യേശു പറയുന്നു, തെറ്റിപ്പോയവൻ തിരിച്ചു വരുമ്പോൾ ഒരു ഭക്ഷണം കൊണ്ടാണ് ദൈവം ആളുകളെ റിഡീം ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയുടെ വലിയ അർത്ഥം അതാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യൻ, ഉയർത്തെഴുന്നേൽപ്പ് കണ്ടവൻ, നിരാശരായവനെ ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവം അവന് ജീവനും സമൃദ്ധിയായ ജീവനും കൊണ്ട് അനുഗ്രഹിക്കുന്നു. കുർബാനയുടെ വിശാലമായ അർത്ഥമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കത് അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. എത്ര അത്ഭുതകരമാണ് ദൈവം ഈ ഭക്ഷണം കൊണ്ട് നമ്മെ നേടുന്നത്. നല്ല ബന്ധമുള്ളവരുമായിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ചൈനക്കാരുടെ ഇടയിൽ ഒരു ഒട്ടിയ വയറിലൂടെ സഹൃദയമില്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്റർവെൽ സമയത്ത് ഐസ്ക്രീംകാരൻ കൊണ്ടുവന്ന് ബെല്ലടിക്കും. ടിങ് 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 എന്ന് ബെല്ലടിക്കുമ്പോൾ ഞങ്ങളെല്ലാം പോകും. അന്നൊന്നും കൈ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറയും, പാടാ ഇന്ന് ഞാൻ ഐസ്ക്രീം മേടിച്ചു തരാം. പിറ്റേ ദിവസം അമ്മയോട് എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് 4 അണ മേടിച്ചുകൊണ്ട് പോയി പിറ്റേ ദിവസം അവനും ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കും. സ്നേഹം, ബന്ധം അങ്ങനെയാണ് തുടങ്ങുന്നതും തീരുന്നതും തുടരുന്നതും ഭക്ഷണത്തിലൂടെയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ മല്ലപ്പള്ളിയിൽ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിന് പോയി. പ്രാർത്ഥന വളരെ സന്തോഷമായിരുന്നു. പാട്ടുണ്ടായിരുന്നു, ഡ്രം ഉണ്ടായിരുന്നു, ഹല്ലേലൂയ ഉണ്ടായിരുന്നു, സ്തോത്രം ഉണ്ടായിരുന്നു, പള്ളി നിറച്ച ആളുകളുണ്ടായിരുന്നു. നല്ല ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് ആമേൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരുന്ന 4 പേര് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന മറ്റുള്ളവരോട് ചോദിച്ചു, എന്ത് പറ്റി ഇവർക്ക് വല്ല വയറ്റിൽ അസുഖമാണോ, എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് ഓടിപ്പോകുന്നത്? അപ്പൊ അവർ വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞു, വിഷമിക്കേണ്ടതിന് വേണ്ടി ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചില്ല. ഇനിയിപ്പം മട്ടയപ്പവും പഴവും ഉണ്ടല്ലോ, അത് ഈ വീട്ടുകാരനുമായിട്ട് പോയവർക്ക് ഉടക്കാണ്.
ഹല്ലേലൂയ പറയാനും സ്തോത്രം പറയാനും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ വടയും പഴവും വെട്ടയപ്പവും പ്രശ്നമാണ്. സ്നേഹവും ബന്ധവും ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് നാം ഉടക്കി നിൽക്കും. ദൈവത്തോട് ഉടക്കി നിൽക്കുന്ന മനുഷ്യനെ ആ ഉടക്ക് തീർക്കുന്നതാണ് കുമ്പസാര പ്രാർത്ഥന. ആ ഉടക്ക് തീർത്ത് കഴിയുമ്പോൾ ദൈവം ഒന്നിച്ച് ഒരു ഭക്ഷണം, അതാണ് വിശുദ്ധ കുർബാന. അതാണ് റെഡീം ചെയ്യുന്നത്. അതാണ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നത്. ഈ ദൈവമായിട്ട് അകന്നു പോയൻ മടങ്ങി വരുമ്പോൾ ഇതൊരു കൊറോണ കാലമാണല്ലോ. മരണമാണ് മുമ്പിൽ. എപ്പോൾ വേണമെങ്കിലും മരിക്കാം, എപ്പോൾ വേണമെങ്കിലും കൊറോണ പിടിപെടാം. നമുക്ക് വളരെ നിരാശയാണ്, ഭയമാണ്. അപ്പോഴാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞല്ലേ, ഇറ്റ് ഈസ് ദ ലോർഡ്. ഇത് കർത്താവാണ്. നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമുക്ക് വളരെ സമീപത്താണ് കർത്താവിന്റെ തിരുസാന്നിധ്യം. അതൊരു വിശ്വാസി ഏറെ അനുഭവിക്കുന്ന സമയമാണ്. പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും കുർബാനയുടെയും ആരാധനയുടെയും മധ്യേ ക്രിസ്തു സാന്നിധ്യം, റിസൺ ക്രൈസ്റ്റിന്റെ പ്രസൻസ് അനുഭവിക്കുന്നതാണ് ആരാധനയുടെ സാമീപ്യം. അതുകൊണ്ടാണ് തെറ്റിപ്പോയവനെ ദൈവം സ്വീകരിക്കുന്നുവെന്നും തള്ളിപ്പറഞ്ഞവനെ ദൈവം ഉൾക്കൊള്ളുന്നുവെന്നും അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നുവെന്നുള്ള സുവിശേഷം ആണ് നമുക്ക് തരുന്നത്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദാമിനും ഹവ്വായോടും കൂടി ഇരുന്ന ദൈവ സാന്നിധ്യം ഇന്നും തുടർന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിലൂടെ തുടർന്ന് അത് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടിയുള്ളതാണ്. യേശുവിന് ഇമ്മാനുവേൽ എന്നൊരു പേരും കൂടെ കൊടുത്തു. എന്നും നമ്മോട് കൂടിയുള്ള ദൈവം, ലോകത്തിന്റെ അവസാനം വരെ നമ്മോട് കൂടിയുള്ള ഒരു ദൈവം. ഈ കർത്താവുമായുള്ള ബന്ധത്തിലാണ് നമുക്ക് യേശുവിനെ കാണാനും മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, സ്ലീഹന്മാർ ഈശോമിശിഹായുടെ പുനരുത്ഥാനം വളരെ ശക്തിയോടുകൂടെ പ്രസംഗിച്ചു. ഒരൊറ്റ പ്രസംഗ വിഷയം ഉണ്ടായിരുന്നു, ക്രൈസ്റ്റ് ഈസ് റിസൺ. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിരാശരായ എല്ലാവർക്കുമുള്ള സദ്വർത്തമാനാണ് ക്രൈസ്റ്റ് ഈസ് റിസൺ. മഹാശക്തിയോടുകൂടെ സോ പവർഫുള്ളി ദേ പ്രീച്ച് ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് സഭയുടെ എന്നുമുള്ള പ്രസംഗ വിഷയം. ഇത് മാത്രമായിരിക്കണം, യേശു ഉയർത്തിരിക്കുന്നു. നിരാശരായ നമുക്ക് മരണതുല്യമായ ജീവിതത്തിന്റെ മധ്യത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ തേജസ്സേറിയ ജീവിതവും മുഖവും ശബ്ദവും നമ്മെ സന്തോഷ ചിത്തരാക്കി തീർക്കുന്നു. കുഞ്ഞുങ്ങളെ, ആ ശബ്ദത്തിലൂടെ യേശുവിനെ തിരിച്ചറിയാൻ, ഉയർത്തെഴുന്നേറ്റ യേശുവിൽ ഉയർക്കുന്നതിന് മുമ്പേയുള്ള ശബ്ദം തുടരുന്നു. ആ സ്വീറ്റ് വോയിസ് എന്നും നമ്മോട് കൂടി ഉണ്ടായിരിക്കും. അത് നമുക്ക് അർത്ഥവത്തായ ഒരു ജീവിതക്രമത്തിനെ നമ്മെ അനുവദിക്കുകയും ചെയ്യും. ടോം ഉഴുന്നാലിൽ എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛനുണ്ടല്ലോ, അച്ഛനെ മുസ്ലിം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി 453 ദിവസം തടവിൽ പാർപ്പിച്ചു. അച്ഛൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. അന്നേരം അച്ഛൻ പറഞ്ഞു, ഈ 453 ദിവസവും ഞാൻ കുർബാന ചൊല്ലുമായിരുന്നു. കുർബാന കുപ്പായമില്ല, അപ്പമില്ല, വീഞ്ഞില്ല, കാസായില്ല, പീലാസായില്ല, പുസ്തകമില്ല, ആളുകളില്ല, ആമേൻ പറയാൻ ആളില്ല. എന്നിട്ട് പോലും ഞാനിത് ചൊല്ലുമായിരുന്നു. ഈ കുർബാനയുടെ അനുഭവവും അനുഷ്ഠാനവുമാണ് എനിക്ക് ജീവിപ്പാനുള്ള ശക്തി, ബലം തന്നത്. മരിക്കാതെ എന്നെ തോക്ക്, നാളെ കൊല്ലപ്പെടാം, തോക്കിന് ഇരയായി തീരാം, എന്നാലും ജീവിക്കാനുള്ള പ്രേരണ തന്നത് ഈ വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാനമാണ്, ചൊല്ലുന്നതാണ്. അതിലാണ് എനിക്ക് ജീവിക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞു. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെയാണ് റിസൺ ക്രൈസ്റ്റിനെ നമുക്ക് കാണാനും ഉൾക്കൊള്ളാനും സാധിച്ചത്. കൊറോണ സമയത്ത് ആത്മാവിന്റെ ശരീരത്തിന്റെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ കുർബാന തരുന്നത് പോലും അനുഭവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കൊറോണ ഈ അപ്പത്തിനകത്തുണ്ടോ എന്ന് നമ്മൾ തോന്നും. ദൈവത്തിന്റെ ആത്മാവ് ഈ അപ്പത്തിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് കൊറോണ ആണോ എന്ന് ചിന്തിച്ച് കുർബാന കൊള്ളാൻ മടിക്കുന്നവരുണ്ടായിരുന്നു, കുർബാന കൊടുക്കാൻ മടിക്കുന്നവരുണ്ടായിരുന്നു, കുർബാന കയ്യിലൂടെ പകരുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മെ ആകുല ചിത്തരാക്കിയ ഒരു വൈഷമ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ അതിനെ അതിജീവിപ്പാൻ റിസൺ ക്രൈസ്റ്റിന്റെ പ്രസൻസ് നമ്മോട് കൂടിയുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്ന ഭയം പോലെ ഇന്ന് കോവിഡ് ബാധിച്ച ഭയചകിതരായിരിക്കുന്ന നമുക്ക് ക്രൈസ്റ്റിന്റെ വാക്കുകളും സാമീപ്യവും നമുക്ക് ബലവും ജീവിക്കാനുള്ള ആഗ്രഹവും മരിക്കില്ല എന്നുള്ള ഉറപ്പും ദൈവം നമുക്ക് തരും. അതേറെ നേടിയെടുക്കുവാൻ ഈ കൊറോണ കാലഘട്ടം
മുഖാന്തരമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ആശീർവാദത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. നിങ്ങൾക്ക് എന്നോട് വല്ലതും ചോദിക്കാനുണ്ടോ? ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കണം. എന്നാ സമയം ഒത്തിരി പോകുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെ ചുമതലക്കാരൊക്കെ ഒന്ന് കാണണം. അതുകൊണ്ട് ഞാൻ പേര് വിളിക്കുമ്പോൾ കൈ കാണിച്ചാൽ മതി. നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് കൈ കാണിക്കുക. ശരി ശരി ശരി, കണ്ടു കണ്ടു. ജോർജ്. നിങ്ങളുടെ ട്രസ്റ്റി ഉണ്ടോ? ഈ കൂടെ ഉണ്ടോ? ഉണ്ടോ അച്ഛോ? അച്ഛൻ അൺമ്യൂട്ട് ചെയ്യും. ഉണ്ടോ? ജോൺസൺ എഴുന്നേറ്റ് നിൽക്കുന്നു. ശരി 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 ശരി. ഇനി അക്കൗണ്ടന്റ് നിങ്ങളുടെ സെക്രട്ടറി മാത്യു തോമസ്. ശരി ശരി, മാത്യു തോമസ് കണ്ടു. ഇനി നിങ്ങളുടെ അൽമായ ശുശ്രൂഷകർ, ലേ ലീഡേഴ്സ്. സാം ആന്റണി, സാം മട്ടക്ക് ഉണ്ട്. ശരി, സാമിനെ കണ്ടു. ഇനി നിങ്ങളുടെ മണ്ഡലം മെമ്പർ. മണ്ഡലാംഗം വന്നിട്ടില്ല. അസംബ്ലി മെമ്പേഴ്സ്. അസംബ്ലി സിറ്റി ജേക്കബ്. ശരി, കണ്ടു. ഓഡിറ്റേഴ്സ് ഷൈജു കണ്ടു. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോൺസൺ ജോസഫ്. സേവികാ സംഘം സെക്രട്ടറി ഷീജ. ഗായ സംഘം ട്രസ്റ്റി സെക്രട്ടറി. ഗായ സംഘം ലീഡർ, ഗായ സംഘത്തിന് ചുമതല. ശരി, ഇനി യുവജന സംഘം സെക്രട്ടറി റിറ്റോ ആൻഡ് ക്രിസ്റ്റി. ഉണ്ടോ? ക്രിസ്ത്യൻ റിറ്റോ. ശരി, ഇടവക മിഷൻ സെക്രട്ടറി വികസന സമിതി ഉണ്ടോ? ഇല്ല. സീനിയർ സിറ്റിസൺ സെക്രട്ടറിയാണ് എന്റെ ജോലി, മാത്യു തോമസ് മുതൽ. ശരി, യങ് ഫാമിലി ഫെലോഷിപ്പ്. യങ് ഫാമിലി സോണിയ തോമസ് ജോജി. ഉണ്ടോ? തോമസ് സോണിയ ജോജി. കണ്ടു, സോണിയ കണ്ടു. ശരി, തോമസ് ജോജി. ഇനി ആരെങ്കിലും ഉണ്ടോ? സംഘടന ഓൾട്ടർ ബോയ്സ്. കമൻ ഗേൾസ്. നമ്മുടെ ഭദ്രാസനത്തിൽ നിങ്ങൾക്ക് മാത്രമുള്ള കമൻ ആൻഡ് ഗേൾസ് മിടുക്കരായി നിൽക്കണം. ശരി ശരി. നിങ്ങളുടെ അച്ഛന് കോവിഡ് ഇല്ലാത്തവർക്ക്, കോവിഡ് വന്നവർക്കൊക്കെ, വരാത്തവർക്ക് വേണ്ടിയൊക്കെ വാക്സിനൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പള്ളിയായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷമാണ്. ഒരു
പള്ളിക്ക് ചുറ്റുപാടുമുള്ള ആളുകൾക്ക് സഹായഹസ്തം നീട്ടിക്കൊടുക്കാൻ തക്കവണ്ണം നിങ്ങൾ പള്ളി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് നല്ലൊരു പള്ളി ഉണ്ടാക്കി തന്നു, നല്ലൊരു കോമ്പൗണ്ട് തന്നിരിക്കുന്നു, നല്ലൊരു ഗാർഡൻ തന്നിരിക്കുന്നു, നല്ലൊരു കൊച്ചു ഗ്രൂപ്പിനെ ദൈവം തന്നിരിക്കുന്നു. എല്ലാം നന്നായി പോകണം. ഇനി താമസിക്കാതെ ഒരു പാഴ്സനേജ് ഉണ്ടാവണം. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം നല്ലൊരു സ്ഥലവും സന്ദർഭമൊക്കെ ഒരുക്കി തരും. ഈ സിറ്റിയിലെ നല്ലൊരു ഇടവകയായി ബഥേൽ ഇടവക നിലനിൽപ്പാനും വളരുവാനും ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിള്ളേർക്കെല്ലാം കൂടെ ഒരു പാട്ട് പാടാമോ? I have decided to follow Jesus. എല്ലാവർക്കും അറിയാവുന്ന പാട്ടല്ലേ? എന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ പാടാം. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back. No turning back. No turning back. No turning back. മലയാളം. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറാതെ പിൻഗമിക്കും, പിന്മാറാതെ പിൻഗമിക്കും. നിങ്ങളുടെ എല്ലാ വീടുകളിലും ഫാമിലി പ്രെയർ മുടങ്ങാതെ നടത്തണം. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഹോളിഡേ ടൈമാണ്. രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. പിള്ളേരെ കൊണ്ട് പ്രാർത്ഥിക്കണം. പിള്ളേരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നിങ്ങൾ ഇന്ന് വേദപുസ്തകം വായിച്ച പോലെ നിന്നെ സങ്കീർത്തനത്തിൽ നിന്നും വേദഭാഗങ്ങൾ വായിക്കുകയും നിങ്ങളത് ശ്രദ്ധയോടുകൂടെ വളരെ സീരിയസ് ആയി നിങ്ങളുടെ ഫാമിലി പ്രെയർ, ഫാമിലി ഓൾട്ടർ നന്നായി വെടിപ്പായി ഉപയോഗിക്കാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കോവിഡിന് പോസിറ്റീവായി കോൺട്രിബ്യൂഷൻസ് ഒത്തിരിയുണ്ട്. കൊച്ചു പിള്ളേരെ എല്ലാവരും അമ്മമാരെ കറി വെക്കാനൊക്കെ പഠിപ്പിക്കണം. നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ചെയ്യണം. കിടക്കയെല്ലാം നന്നായി വിരിക്കാൻ പഠിപ്പിക്കണം. വീടെല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ പഠിപ്പിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി ചെറിയ കാര്യങ്ങൾ നന്നായി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നല്ല മക്കളായി കർത്താവിൽ വളരാൻ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ഈ ആങ്സൈറ്റിയുടെ മധ്യത്തിൽ, നിരാശയുടെ മധ്യത്തിൽ ഇറ്റ് ഈസ് ദ ലോർഡ് എന്ന് മനസ്സിലാക്കി കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ചോ ശയന നമസ്കാരം. 13-ാമത്തെ പേജ്. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാനിഹ നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ എനിക്ക് നീ അരുളണമേ. വീണ്ടും ഞാൻ ഉറക്കും. തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. എൻ ഉണർച്ചയിൽ ഞാൻ ചതിപ്പെടുകിൽ നിൻ കൃപമോചനം എനിക്കേകും. നിദ്രയിലും പിഴ വന്നാകിൽ ആർദ്രമതേക്ഷമ നൽകണമേ. നിന്നോട് കുരിശിൽ ശാന്തിയതാൽ നല്ല ഉറക്കം എനിക്ക് നിതാ. ആകാശപ്രമശുദ്ധിയിൽ നിന്ന് എന്നെ നിരീക്ഷിച്ചു കൊള്ളണമേ. ശാന്തതയേറിയ നിദ്രയതാൽ ശാന്തി തരയണം രാം മുഴുവൻ. ആകാനിനവും ദുഷ്ടതയും അധികാരത്തിൽ അമർത്തല്ലേ. നിന്നോട് അടിയാൻ ഞാൻ അതിനാൽ എന്റെ ശരീരം കാപ്പാനായി വെളിവിനുടെ മാലാഖയെ എനിക്ക് നീ തരണം കർത്താവേ. വിശദപ്പെട്ടോരിച്ചയിൽ നീ നിന്നെ നിരക്ഷിച്ചു കൊള്ളണമേ. ഉയരേകും നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ. ആശ്വാസത്തിൽ ഉറങ്ങുമ്പോൾ ആശ്വാസഭയം നിൻ രക്തം. നിൻ സൃഷ്ടിക്കുക സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. നിൻ കൈമനഞ്ഞ ശരീരത്തിൽ നിന്റെ വലം കൈ വാഴണമേ. നിന്റെ കരുണകൾ കോട്ടയതായി എന്റെ ചുറ്റിലുമാകണമേ. നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ ഭദ്രം കാവല നിൻ ശക്തി.
എന്റെ ഉറക്കം തിരുമുൻപിൽ നൽധൂപം പോലാകണമേ. എന്നെ പോറ്റുന്നുടയവനെ നിന്നോട് തന്നെ യാചിപ്പൂ. എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവനണയരുത്. ബലവാനായി ഞാൻ ജീവിപ്പാൻ ബലിയായി ജീവൻ അണച്ചവനെ എന്റെ വ്യസനത്തിലാക്കായ്വാൻ സാത്താനെ നീ വിലക്കണമേ. കർത്താവേ, നിൻ വാഗ്ദത്തം എന്നിൽ നിറവേറ്റിയിടണമേ. നിന്റെ ശ്ലീബ മരണത്താൽ എന്റെ ആയുസ് കാക്കണമേ. ഞാനുടരും തീരത്തിങ്കൽ നിന്നെ ഞാൻ കൊണ്ടാടുവാൻ നിദ്രാവേളയിലും നിന്റെ ഉപമ കാട്ടണമേ. നിന്റെ മനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാൻ അതിനെ ചെയ്യുവാനായി നിന്റെ മനോഗുണം അതിനാലേ എനിക്ക് മനോഗുണം അരുളുക നീ. ഇരിപ്പ് നിറഞ്ഞോരന്തിയതും വിളങ്ങും രാവും നീ ഞങ്ങളുടെ രക്ഷകനാമശിഹാനാഥാടിയാൾ കരുളണമേ. വെളിവ് നീയാകുന്നു, വെളിവിൽ തന്നെ പാർക്കുന്നു, വെളിവിനുടെ സുതരായി വരും നിന്നെ തന്നെ നമിക്കുന്നു. നിനക്ക് സ്തുതി, നിന്റെ അനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലും ആകണമേ. കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളിന്മേൽ ആയിരമായി അളവ് കൂടാതെ നിനക്ക് സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും അതിനായ പുത്രന്റെ കൃപയും മാറ്റമില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരോടുകൂടെ, നിങ്ങളുടെ കുടുംബങ്ങളോടുകൂടെ, നമ്മുടെ ഇടവകയോടുകൂടെ, ഈ ദേശത്തോടുകൂടെ, രോഗികളായിരിക്കുന്നവരോടുകൂടെ, അവരെ പരിചരിക്കുന്നവരോടുകൂടെ ഈ രാത്രിയിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.